വെൽക്കം ടു റേഡിയോ മാംഗോ സൈജു കുറുപ്പ്. താങ്ക് യു മോബിൻ. പല സിനിമകൾ സൈജു ചേട്ടന് ചെയ്യുമ്പോഴത്തേനും ഈ ലാഫ് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അതും പല സിനിമകളും വെറൈറ്റി ലാഫ് ചെയ്യുന്നത് പോലെ തോന്നിക്കുന്നുണ്ട്. അതായത് ആടിൽ ഒന്ന് പമ്മിച്ചിരിക്കും. ഇപ്പം മറ്റേ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണെങ്കിൽ കുറച്ചുകൂടി എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ഈ ഒരു ചിരി സംഭവം ചെയ്യുന്നത്? ഈ ആടിലെ ചിരി അത് ഡിപ്പിൽ ദേവ് എന്ന് പറഞ്ഞ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു ആട് വണ്ണിൽ. ഓക്കെ. അപ്പോൾ ഈ അറക്കൽ അബു എനിക്ക് അങ്ങനത്തെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാം കാരിക്കേച്ചേഴ്സ് ആണല്ലോ. അതെ അതെ. അപ്പം ഇയാളിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണമല്ലോ. അപ്പം ഇയാൾ ചിരിക്കുമ്പോഴത്തേക്കും നോർമലി ചിരിച്ചാൽ അതുകൊണ്ടൊരു കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാനിങ്ങനെ നമ്മുടെ വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടിയിലിരുന്ന് ഇങ്ങനെ നോക്കുവാണ് എങ്ങനെയാണ് ചിരിക്കേണ്ടത്. അപ്പം പല രീതിയിൽ ചിരിച്ചു നോക്കുന്നു. ഒരു രീതിയിൽ, അതായത് ഇപ്പോൾ നമ്മൾ കണ്ട അറക്കലവ് ചിരിക്കുന്ന പോലത്തെ രീതിയിൽ ഞാൻ ചിരിച്ചപ്പോഴത്തേക്കും ഡിപ്പിൽ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഡിപ്പിൽ എൻ്റെ പറഞ്ഞു, ചേട്ടാ ഇത് പിടിച്ചു കേട്ടോ, ഇത് ഭയങ്കര കോമഡിയാന്ന് പറഞ്ഞു. അപ്പോൾ ഒരാളുടെയും കൂടെ ഒരു ഇത് കിട്ടിയല്ലോ, അഭിപ്രായം കിട്ടിയല്ലോ. സോ അങ്ങനെയാണ് പിന്നെ ചിരിക്കാൻ ശ്രമിച്ചതും. അയാൾ കരയുമ്പോഴും അയാൾ ഇങ്ങനെ കരയുന്നത്, ചിരിക്കുമ്പം ഇങ്ങനെ ചിരിക്കുന്നത്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ ആ ചിരിയുടെ ഒരു വ്യത്യാസം വന്നത്, ഞാൻ ലോവർ ജോയിൽ ഒരു ക്ലിപ്പ് വെച്ചായിരുന്നു. ഓക്കെ. അത് റോണെക്സ് മേക്കപ്പ് മാൻ റോണെക്സ് ചെയ്ത. അതായത് ആ ക്ലിപ്പ് വെച്ചതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എന്നെ ഒരു കുറച്ചുകൂടെ തടിയനായിട്ടാണ് കാണിക്കേണ്ടത്. അതിനകത്ത് ഉള്ള തടിയേക്കാളും കുറച്ചുകൂടെ തടിയനായിട്ട്. അപ്പം വയറ് തന്നിരുന്നു എനിക്ക്. വയറും കവളുമായിട്ടും മാച്ച് ചെയ്യണമല്ലോ. ചില ബാക്കിയുള്ളിടത്തൊന്നും നമുക്ക് ഒന്നും ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. വയറാണ് നമുക്കൊരു തടി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ കവളും മാച്ച് ചെയ്യണം. അപ്പോൾ ഈ ക്ലിപ്പ് വെച്ചതെന്ന് വെച്ചാൽ, ഈ ക്ലിപ്പ് വെച്ച് കഴിയുമ്പോഴത്തേക്കും കവള് ഇവിടുന്ന് കുറച്ചിങ്ങനെ പഫ് ചെയ്യും. അപ്പം അതിനുവേണ്ടി തന്നത്. പക്ഷേ അത് ആ ക്യാരക്ടറിന് ഭയങ്കര ഗുണം ചെയ്ത്. ഈ കവള് ഇതാകുക മാത്രമല്ല, അയാൾക്ക് ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളുടെ ചിരിയിലൊക്കെ ഒരു പരിപാടി കിട്ടി. ഓക്കെ. ഞാൻ നോർമലി ഇരിക്കുന്നത്, പക്ഷെ ഇത് വച്ചിരിക്കുന്ന കാരണം ചിരി അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അതെ അതെ, അടിപൊളി. ഇപ്പം മലയാള സിനിമയിലെ ഒരു ഫാദർ റോൾസ് ആയിട്ട് ഇപ്പം കറക്റ്റ് ഒരു കൺവെൻഷണൽ റിയലിസ്റ്റിക് ഗ്രൗണ്ടഡ് ഫാദർ ആയിട്ടാണ് സൈജു കുറുപ്പ് ഇപ്പം സിനിമയിൽ കാണാൻ പറ്റുന്നത്. എടുത്ത് ഞാൻമറിയ കലിപ്പിലാണ്, ഫോറൻസിക്കിലായാലും ഇപ്പം മാളികപ്പുറത്തിലാണെങ്കിലും ഭയങ്കര കൺവെൻഷനലായിട്ട് ഭയങ്കര ഡൗൺ ടു എർത്ത് ഫാദർ ആയിട്ടാണ്. അപ്പം ആ ഒരു പട്ടം വീഴുന്നുണ്ട്, ഒരു കൺവെൻഷനൽ ഒരു റീസണബിൾ ആണെന്ന്. ഞാൻ കുട്ടികളുടെ ഒരു ആക്ടർ എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ടുണ്ട്. ജനറലി കാണുന്നത്, ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരു അച്ഛനാണെന്ന് ചോദിച്ചാൽ, ഞാൻ അങ്ങനത്തെ ഒരു അച്ഛൻ ചിലപ്പം കംപ്ലീറ്റ്ലി ആയിരിക്കില്ല. ഓക്കെ. നമ്മൾ സിനിമയിൽ നല്ല ഭാഗങ്ങൾ മാത്രമാണ് കാണിക്കുന്നത് അല്ലേ? അതെ. ഇയാൾ ഭയങ്കര സ്നേഹിക്കുന്നൊരു അച്ഛനാണ്. ഈ സ്നേഹിക്കുന്ന അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇയാൾ പിള്ളേർ ചീത്ത വിളിക്കുന്നില്ല എന്നുള്ളതല്ലല്ലോ. കുട്ടികൾ തെറ്റ് കാണിച്ചാൽ നമ്മൾ ചീത്ത പറയും, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കും. ഇതൊക്കെ സംഭവിക്കുന്നതാണല്ലോ. പക്ഷേ സിനിമയിൽ അങ്ങനത്തെ സീൻസ് ഉണ്ടാവില്ല. ചിലപ്പോൾ കുട്ടി ഒരു തെറ്റ് ചെയ്യുന്നതും ഞാൻ ശകാരിക്കുന്നതും അങ്ങനത്തെ ഒരു സീൻ കാണില്ല. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഞാൻ സ്നേഹത്തോടെ ബിഹേവ് ചെയ്യുന്ന ഒരു അച്ഛൻ മാത്രമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാളികപ്പുറത്ത്, ഇപ്പം യഥാർത്ഥ എൻ്റെ ജീവിതത്തിൽ മാളികപ്പുറത്തിലെ ക്യാരക്ടറാണെന്ന് ഞാനെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കുട്ടി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മലയ്ക്ക് പോകണമെന്ന് പറയുമ്പം ഇടയ്ക്കെങ്കിലും ഒരു ഇറിറ്റേഷൻ തോന്നൂലേ? അല്ലേ? ഉറപ്പായിട്ടും. മോക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും എൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇവള് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഇടയ്ക്ക് വന്നിട്ട് വീണ്ടും പറയുമ്പോഴത്തേക്ക് നമ്മളൊന്ന് മിണ്ടാണ്ടിരിക്കുക എന്നെങ്കിലും ഞാൻ പറയണ്ടേ? പക്ഷെ അത് ഞാൻ പറഞ്ഞു കാണുമായിരിക്കും. സിനിമയിൽ നമ്മൾ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ അല്ലേ? പക്ഷെ നമ്മൾ ഓഡിയൻസ് കാണുമ്പോഴത്തേക്കും ഈ നല്ല ഭാഗങ്ങൾ, അജയൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ നല്ല ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ആക്ച്വലി അങ്ങനത്തെ ഒരു പട്ടം കിട്ടുമെന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു പട്ടം ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. മേ ബി അങ്ങനെ കിട്ടാം. എന്ന് വെച്ചാൽ പല കാര്യം, ഇപ്പം സാധാരണക്കാരനായിട്ട് അഭിനയിക്കുന്നു. ഇപ്പം കഴിഞ്ഞ ഒരു പടത്തിൻ്റെ പ്രൊമോഷന് എന്നോട് 1-2 ആങ്കേഴ്സ് ചോദിച്ചതാണ്, സാധാരണക്കാരനായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് റൈറ്റേഴ്സ് ആലോചിക്കുന്നത് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ആലോചിക്കുന്നെങ്കിൽ സൈജു കുറുപ്പ് കറക്റ്റ് ആയിരിക്കുമെന്ന് പറയുന്നുണ്ടോ വെച്ചാൽ, നിങ്ങൾ മിക്കവാറും ഒക്കെ സാധാരണക്കാരനായിട്ട് അഭിനയിക്കുന്നത്, കടം മേടിച്ചിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ കടത്തിൻ്റെ ഒരു സംഭവം പറയാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോ സമയത്ത് ഓരോ ഇത് കിട്ടി പോകും. അപ്പോൾ അത് കിട്ടുന്ന ഒരു കണക്കിന് നല്ലതാണ് നമ്മുടെ സർവൈവലിന്. അറ്റ്ലീസ്റ്റ് പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട് us അല്ലേ? ഐദർ യു ഹേറ്റ് മീ ഓർ ലവ് മീ, പ്ലീസ് ഡോണ്ട് ഇഗ്നോർ മീ. ഇത് പണ്ട് ബാൽ ഠാക്കറെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഠാക്കറെ സാബ് അത് പറഞ്ഞു. അത് ഭയങ്കര നല്ലൊരു പോയിൻ്റാണ്. എന്ന് വെച്ച് ഹേറ്റ് ചെയ്യണമെന്നുള്ളതല്ല, ഇഗ്നോർ ചെയ്യാണ്ടിരുന്നാൽ മതി. അപ്പം ഓക്കെ, ദേ ആർ ഫൈൻഡിങ് സംതിങ്. ഓക്കെ. അപ്പോൾ എന്തായാലും റിയൽ ഫാദറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പോയിക്കൊണ്ടിരുന്നപ്പം ഒരു റിയൽ ഫാദറിനെയും കൂടെ കാണാൻ പറ്റി. അതായത് മകൻ എഴുതിയ ബുക്കിൻ്റെ ഒരു കവർ ഇട്ടു. മകൻ ഒരു എഴുത്തുകാരനാണോ?
അവൻ കുറേ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ അപ്പം എൻ്റെ വൈഫ് നല്ല റീഡിങ് ഹാബിറ്റ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ഓക്കെ പിന്നെ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവരുടെ പുറകെ ബിസി ആയപ്പോഴത്തേക്കും പിന്നെ കുറച്ച് കുറഞ്ഞു. ബട്ട് ഷീ ലൈക്സ് ടു റീഡ്. വൈഫ് ഇങ്ങനെ രാത്രി കാലങ്ങളിൽ ഉറങ്ങുന്ന സമയത്തൊക്കെ ബുക്സ് വായിക്കാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ. ഇപ്പം മോളോട് ന്യൂസ് പേപ്പർ എല്ലാ ദിവസവും വായിക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണോന്നറിയില്ല, ഇവൻ നല്ല ഒബ്സർവേഷൻ ഉണ്ട് ഇവൻ ഓരോ കാര്യങ്ങൾ. ഇപ്പം ഈ ഞാൻ പോസ്റ്റ് ചെയ്ത ദ മാൻ അറ്റ് ദ ട്രാഫിക് ലൈറ്റിൽ, അത് ഒരു ദിവസം വൈഫും മോനും കൂടെ കാറിൽ പോകുമ്പോഴത്തേക്കും അവൻ വിറ്റ്നസ് ചെയ്തൊരു ഇൻസിഡൻ്റാണ് അവനത് എഴുതിയത്. അതെ, അതിനു മുമ്പ് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തായിരുന്നു, ബ്രിക്ക് ബുക്സ് എന്ന് പറഞ്ഞ സൈറ്റിൽ. അവിടെയാണ് പബ്ലിഷ് ചെയ്തത്. എന്തായാലും ഇനി എന്താണ് അപ്കമിങ് മൂവീസ് ഒക്കെ? ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദാവീദ് എന്ന് പറഞ്ഞ ആൻ്റണി പെപ്പെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ഒരു പടത്തിൽ ആൻ്റണിയുടെ കൊച്ചാപ്പയായിട്ടാണ് അഭിനയിക്കുന്നത്. അതെ, കൊച്ചിക്കാരൻ. പിന്നെ എനിക്ക് എൻ്റെ വരാൻ പോകുന്ന സിനിമകൾ, ഒന്ന് പൊറാട്ട് നാടകം എന്ന് പറഞ്ഞൊരു സിനിമ. പൊറാട്ട് നാടകം ഈസ് എ പൊളിറ്റിക്കൽ സട്ടയർ, എ ഫാമിലി എൻ്റർടൈനർ. പൊറാട്ട് നാടകം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു, നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? ഒരു പാലക്കാടൻ ഒരു കലാരൂപമാണ്. നമ്മുടെ ഈ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ അവർ സ്റ്റേജിൽ അവർ വളരെ ഹാസ്യരൂപേണ അവർ ഇത് ചെയ്യും, പ്ലേ ചെയ്യും. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, പക്ഷേ അത് നർമ്മത്തിൽ പൊതിഞ്ഞാണ് അവർ പ്ലേ ചെയ്യുന്നത്. ധർമ്മജനാണ് ആ ഒരു കലാകാരനായിട്ട് അഭിനയിക്കുന്നത് പൊറാട്ട് നാടകത്തിൽ. അപ്പോൾ നമ്മുടെ ഒരു സിനിമ ടൈറ്റിൽ സിദ്ദിഖ് സാറാണത് ഇട്ടത്. സിദ്ദിഖ് സാർ പ്രസൻറ്റ് ചെയ്യുന്നൊരു മൂവിയാണ്. സിദ്ദിഖ് സാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ നൗഷാദ് സാഫറിനാണത് സംവിധാനം ചെയ്തിരിക്കുന്നത്. സുനീഷ് വാർനാടാണ് അത് എഴുതിയിരിക്കുന്നത്. അതാണ് ഒരു സിനിമ. ഞാനും എൻ്റെ വൈഫും പാർട്ട്നേഴ്സാണ്. അപ്പം ഞങ്ങളുടെ 2 പ്രൊഡക്ഷൻ കമ്പനിയും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഭരതനാട്യം എന്ന് പറഞ്ഞത്. ഭരതനാട്യം റൈറ്റർ ഡയറക്ടർ കൃഷ്ണദാസ് ഡെബ്യൂട്ടൻ്റാണ്. അപ്പം കൃഷ്ണദാസാണത് എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു ഫാമിലി മൂവിയാണ്. ഒരു നമ്മുടെ ഒരു സാധാരണ സിനിമയിൽ കാണുന്ന ഒരു ടെംപ്ലേറ്റ്, ലൈക്ക് ഒരു ഹീറോ, അപ്പം ഒരു പെയറായിട്ടൊരു ഫീമെയിൽ ലീഡുണ്ട്, ഹീറോ, അതിനെ നമ്മൾ ഹീറോയിൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റിൽ പോകുന്നൊരു സിനിമയല്ല. അല്ല ഫോഴ്സ്ഡ് ഹ്യൂമർ ഇല്ല, എല്ലാം സിറ്റുവേഷണൽ ഹ്യൂമറാണ്. നായിക ഇല്ലെന്ന് വെച്ചാൽ നായികയുണ്ട്, ബട്ട് അത് എൻ്റെ പേർ ആവണമെന്നില്ല. അണ്ടർസ്റ്റാൻഡ്? ദർ ആർ ഇപ്പം കലാരഞ്ജനി ചേച്ചിയുണ്ട്, ഷീസ് എ ഹീറോയിൻ ഇൻ ദ മൂവി. ദിവ്യ എം നായർ ഇസ് ദെയർ, ശ്രുതി സുരേഷ് ഇസ് ദെയർ, ആൻഡ് നമ്മുടെ ശ്രീജ രവി, ശ്രീജ ചേച്ചിയുണ്ട്. അപ്പോൾ ഇവരൊക്കെ ത്രൂ ഔട്ട് വരുന്ന ക്യാരക്ടേഴ്സാണ്. സോ മെയിൽ ആൻഡ് ഫീമെയിൽ ആക്ടേഴ്സിനെ ബാലൻസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അടിപൊളി. ഇറ്റ് വാസ് ഗ്രേറ്റ് ടോക്കിംഗ് ടു യു. സെയിം ഹിയർ.